എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ Realme Narzo 10ന്റെ ക്യാമറ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. Realme 6i എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ റിവ്യൂയിലെ വിശദാംശങ്ങൾ ഒത്തിരി ഉപയോഗപ്രദമായിരിക്കും. അതിൻ്റെ കാരണം ഈ രണ്ട് ഫോണുകളിലും ഒരേ ക്യാമറ സിസ്റ്റമാണ് പുറകുവശത്ത് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Arcks Tech Edu. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരി എഫോർട്ട് എടുക്കാറുണ്ട്. ആ എഫോർട്ടുകളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തിക്കൊണ്ട്. Realme Narzo 10ന്റെ ക്യാമറ റിവ്യൂ നമ്മൾ 6 മേഖലകളിൽ കൂടെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ജനറൽ ഫോട്ടോഗ്രാഫി, വൈഡ് ആംഗിൾ ഫോട്ടോസ്, സെൽഫീസ്, പോർട്രേറ്റ്സ്, മാക്രോ ഫോട്ടോഗ്രാഫി, വീഡിയോസ്. ഇതാണ് 6 മേഖലകൾ. ഈ 6 മേഖലകളിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഈ ഡിവൈസ് നിങ്ങൾക്കുള്ളതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് Realme Narzo 10ന്റെ ക്യാമറ സ്പെസിഫിക്കേഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഈ ഡിവൈസിൻ്റെ പിൻവശത്ത് 4 ക്യാമറകളുണ്ട്. അതിൻ്റെ പ്രധാന ക്യാമറ 48 മെഗാ പിക്സൽ കൗണ്ടുള്ള f1.8 അപ്പേച്ചറിലുള്ളൊരു ക്യാമറയാണ്. ഇനി 8 മെഗാ പിക്സൽ f2.3 അൾട്രാ വൈഡ് ക്യാമറയും അതിൻ്റെ പിൻവശത്ത് നൽകിയിട്ടുണ്ട്. 2 മെഗാ പിക്സൽ വീതമുള്ള ഡെപ്ത് അസിസ്റ്റൻറ്റ് സെൻസറും അതുപോലെ തന്നെ ഒരു മാക്രോ സെൻസറും പിൻവശത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഈ ഡിവൈസിൻ്റെ മുൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ സെൽഫി പർപ്പസിനായിട്ട് 16 മെഗാ പിക്സൽ f2.0 ക്യാമറയാണ് നൽകുന്നത്. ഈ ക്യാമറകളുടെയൊക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ടെസ്റ്റ് ചെയ്യാം. ആദ്യമേ ജനറൽ ഫോട്ടോഗ്രാഫി എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. നല്ല വെളിച്ചമുള്ളപ്പോൾ ക്വാളിറ്റിയുള്ള ഫോട്ടോഗ്രാഫുകൾ Realme Narzo 10 നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒബ്ജക്റ്റ് നന്നായിട്ട് ഡിഫൈൻഡ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ബോക്കെയൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഷോട്ടാണ്. സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ്, വൈറ്റ് ബാലൻസ് ഇതൊക്കെ ഒരു ലെവലിൽ നിർത്തുന്നുണ്ട്. ഒരിക്കലും ഒരു വല്ലാത്ത അപ്സ്കെയിൽ കാണാനില്ല. എന്നാൽ എനിക്കൊരു ചെറിയ പ്രശ്നം നേരിട്ടു. അല്പം ഷാഡോ കയറി വരുന്ന ഷോട്ടുകളിൽ, അതായത് അല്പം ഒരു ഇരുട്ടത്തെടുക്കുന്ന പോലുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ അത്ര നല്ല ഒരു റിസൾട്ട് എനിക്ക് ലഭിച്ചില്ല. പക്ഷേ അതൊക്കെ വലിയൊരു പ്രശ്നമല്ല, നെഗോഷിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എനിക്ക് ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയത് ഇതിൻ്റെ സൂം ഫംഗ്ഷനാണ്. റിയൽമിയുടെ സൂം ഫംഗ്ഷൻ എന്നെ ഒത്തിരി ഇമ്പ്രസ് ചെയ്തൊരു സംഗതിയാണ്. കാരണം അത് ഓപ്പോയിൽ നിന്ന് വരുന്ന ടെക്നോളജിയാണ്. ഇതൊരു ജനറൽ ഷോട്ടാണ്. ഇത് 2x സൂമാണ്. അല്പം ക്വാളിറ്റി ഡീഗ്രേഡായി, പക്ഷേ ഓക്കെയാണ്. പക്ഷേ 5x സൂം വന്നപ്പോഴേക്കും ക്വാളിറ്റി ശരിക്കും താന്നുപോയി. റിയൽമിയിൽ നിന്ന് ഞാനത് ഒരിക്കലും പ്രതീക്ഷയില്ല, പ്രത്യേകിച്ച് ഇവരുടെ Realme 5 Pro പോലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയിൽ. ഞാൻ പറഞ്ഞ കാര്യം ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ ഈ ചിത്രം നിങ്ങളെ സഹായിക്കും. ഇവിടെ ഞാൻ ആ ഇലകളിലോട്ടാണ് ഫോക്കസ് കൊടുത്തത്. പക്ഷേ ഒരു ഫിക്സഡ് ഫോക്കസ് ക്യാമറ പെർഫോം ചെയ്യുന്ന പോലെയാണ് ഇവിടെ Realme Narzo 10ന്റെ ക്യാമറ പെർഫോം ചെയ്തത്. ഒരു ജനറൽ ഷോട്ടൊക്കെ കിട്ടി, പക്ഷേ ഇവിടെ ഒരു ഒബ്ജക്റ്റിലോട്ട് ഫോക്കസോ ബാക്ക്ഗ്രൗണ്ട് ബോക്കെയോ അങ്ങനെ ഒന്നുമില്ല. ഇതിൽ ശ്രദ്ധേയമായൊരു സംഗതി, ഇത് വെറും 2x സൂം ഷോട്ടാണ്, 5x സൂം പോലുമല്ല. അതൊരു വലിയ കുറവാണോ? തീർച്ചയായിട്ടും. കാരണം റിയൽമിക്ക് ഇതിനേക്കാൾ നന്നായിട്ട് സൂം ഫീച്ചർ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം Realme 5 Proയുടെ ക്യാമറ റിവ്യൂ ചെയ്തതിന് ശേഷം ഞങ്ങൾ കൊടുത്ത ക്യാപ്ഷനാണ് നേച്ചർ ഫോട്ടോഗ്രാഫിയിൽ 100 മാർക്ക്. അതിന് കാരണം Realme 5 Pro വളരെ അനായാസം 2x സൂമും 5x സൂമും ഒക്കെ ഉപയോഗിച്ച് DSLR ക്വാളിറ്റിയിലുള്ള നേച്ചർ ഫോട്ടോഗ്രാഫുകൾ നമുക്ക് എടുത്തു തന്നു. അത് കണ്ടിട്ട് ഇവിടെ നാർസോയ്ക്കും 48 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയ്ക്ക് ഉണ്ട്, റിയൽമിയുടെ ഒരു ഫോണാണെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേ ഒരു ക്വാളിറ്റി ഇല്ല. ഇതിൽ വില്ലനായിരിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ സാംസങ് സെൻസറും മീഡിയടെക്കിൻ്റെ ISPയും ആയിരിക്കാം. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്, കുറേ നാളുകൾക്ക് ശേഷം, കുറേ അപ്ഗ്രേഡുകൾക്ക് ശേഷം മാത്രമായിരിക്കും Realme Narzo 10ൽ ഒരു റിഫൈൻഡ് എക്സ്പീരിയൻസ് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതുവരെയും ഇതുപോലുള്ള ചെറിയ ക്വാളിറ്റി ഇഷ്യൂസ് നമുക്ക് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. ഇനി ഈ ഡിവൈസിൻ്റെ 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ എങ്ങനെ പെർഫോം ചെയ്തെന്ന് പറയാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ക്വാളിറ്റിക്കല്ല പ്രാധാന്യം, യൂട്ടിലിറ്റിക്കാണ്. ഇതൊരു പ്രൈമറി ക്യാമറ ഫോട്ടോയാണ്. അവിടെ തന്നെ നിന്നുകൊണ്ട് ഞാൻ വൈഡ് ആംഗിൾ ക്യാമറ എടുത്തൊരു ഫോട്ടോയാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. ഒത്തിരി വൈഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കിട്ടും, പക്ഷേ അത്ര ക്വാളിറ്റി കിട്ടില്ല. ഇത് പ്രൈമറി ക്യാമറയിലെടുത്ത നല്ലൊരു ക്വാളിറ്റിയുള്ള ഷോട്ട്, അവിടെ തന്നെ നിന്നുകൊണ്ട് എടുത്തൊരു വൈഡ് ആംഗിൾ ഷോട്ടാണിത്. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഒത്തിരി ഗ്രെയിൻസ് ഉണ്ട്, വൈറ്റ് ബാലൻസ് അത്ര കൺട്രോൾഡ് അല്ല, സാച്ചുറേഷൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഡിപ്പുണ്ട്. അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ചെറിയൊരു കുറവ് വൈഡ് ആംഗിൾ ക്യാമറയിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇനി ഈ ഡിവൈസിലെടുത്ത സെൽഫീസ് എങ്ങനെയുണ്ടെന്ന് പറയാം. എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഈ ഡിവൈസിൽ തോന്നിയത് ഇതിൻ്റെ സെൽഫീസാണ്. കാരണം വൃത്തിയായിട്ട് ഇതിൻ്റെ പണി ഇത് ചെയ്യുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഉള്ളതിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. എന്തെങ്കിലും എഫക്ട്സ് ഇട്ട് നമ്മൾ ഫോട്ടോ എടുത്തതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നോർമൽ സെൽഫി ആയിക്കോട്ടെ, എല്ലാം വളരെ വൃത്തിയും വെടിപ്പുമായിട്ട് കിട്ടുന്നുണ്ട്. യൂസബിൾ ആയിട്ടുള്ളൊരു പിക്ചർ, ഒരു സെൽഫിയാണ് നമുക്കിതിൻ്റെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ നൽകുന്നത്. ഇനി ഈ ഡിവൈസിലെടുത്ത പോർട്രേറ്റ് ഷോട്ടുകൾ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. നേരത്തെ സെൽഫീസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ അതേ അഭിപ്രായം. നല്ല അടിപൊളി സെൽഫി പോർട്രേറ്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. അൺഈവനായിട്ട് ഒന്നും തന്നെയില്ല. ചില പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് ഇവിടെ ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ക്യാമറയ്ക്ക് ഉണ്ടായി, അങ്ങനെ ഒരു അൺഈവൻ ബ്ലർ അവിടെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ 90% സാഹചര്യങ്ങളിലും നല്ല സെൽഫി പോർട്രേറ്റ്സ് ഈ ഡിവൈസിൽ നമുക്ക് ലഭിക്കും. എന്നാൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു പെർഫോമൻസ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ റിയർ ക്യാം വെച്ചെടുക്കുന്ന പോർട്രേറ്റ്സിലാണ്. ഇവിടെ ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നുള്ളൊരു നിലപാടാണ് ഫോണിന്.
എൻ്റെ ഷർട്ടിൻ്റെ കളർ, എൻ്റെ ഫേസിൻ്റെ ടോൺ ഒന്നും റിയലല്ല. മൊത്തത്തിലൊരു സൺലൈറ്റ് ഫിൽറ്റർ ഇട്ട പോലെയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബോക്കെ ഓക്കെയാണ്, നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വന്നിട്ടുണ്ട്, ഒബ്ജക്ട്സ് എല്ലാം വെൽ ഡിഫൈൻഡ് ആണ്. പക്ഷേ ഇങ്ങനെ സ്കിൻ ടോണിനൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് ഇത് നേരെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. നമുക്കൊരു അപ്ഡേറ്റ് ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കാം. വന്ന എല്ലാ അപ്ഡേറ്റുകളും ചെയ്ത ഒരു ഫോണാണ് ഞങ്ങൾ ക്യാമറ ടെസ്റ്റിന് വേണ്ടി എടുത്തത്. എന്നിരുന്നാലും ഇങ്ങനൊരു പ്രശ്നം വന്നു എന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. മീഡിയടെക്കിൻ്റെ പുതിയ ചിപ്പുകൾ വരുന്ന ഡിവൈസുകളിൽ റിയൽമി ഒത്തിരി ഒപ്റ്റിമൈസേഷൻ ഇനിയും ചെയ്യേണ്ടതുണ്ട്. റിയൽമി നാർസോ 10ൻ്റെ മാക്രോ ഷോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു ഇനി പറയാം. ഇത് ജനറൽ ക്യാമറയുടെ എടുത്തൊരു ഫോട്ടോ ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മാക്രോ ക്യാമറയുടെ ആവശ്യം പോലും ഇല്ല, ഇത് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി അവിടെ വെച്ച് തന്നെ അതേ ലൈറ്റിങ്ങിൽ എടുത്ത ഒരു മാക്രോ ഷോട്ടാണിത്. എന്നിരുന്നാൽ പോലും ഒത്തിരി ഗ്രെയിൻസ് ഇവിടെ നമുക്ക് കാണാനുണ്ട്. ഇത് മറ്റൊരു മാക്രോ ഷോട്ടാണ്. ഇവിടെ അത്യാവശ്യം പെയിലായിട്ടുള്ള ഒരു ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ അതേ സ്ഥലത്ത് നമ്മൾ പ്രൈമറി ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ഒത്തിരി ക്വാളിറ്റി വ്യത്യാസമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പ്രൈമറി ക്യാമറ വെച്ചൊരു ഫോട്ടോ എടുക്കുക, അത് നന്നായിട്ടൊന്ന് ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ മാക്രോ ക്യാമറയേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഫോട്ടോ കിട്ടും. വീഡിയോസ് എന്ന ഈ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാകും. റിയൽമി നാർസോയ്ക്ക് ഒട്ടും തന്നെ ഒപ്റ്റിമൈസ്ഡ് അല്ലാത്തൊരു ക്യാമറ സോഫ്റ്റ്വെയർ ആണ് നൽകിയത്. ജനറൽ വീഡിയോസ് തന്നെ ഒരു ഉദാഹരണമാണ്. നമ്മൾ സാധാരണ ഒരു വീഡിയോ റിയൽമി നാർസോ 10ൻ്റെ പിൻവശത്തെ ക്യാമറ വെച്ചെടുക്കുമ്പോഴേക്കും അസാധാരണമായിട്ടൊന്നും തോന്നില്ല, എല്ലാം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. എന്നാൽ സൂം ഫീച്ചർ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴേക്കും പ്രശ്നങ്ങൾ പൊന്തി വരും. ഇത് 5x സൂമിലെടുത്തൊരു വിഷ്വലാണ്. ഡെഫിനീഷൻ എന്ന് പറഞ്ഞൊരു സംഭവം 7 അയിലത്തൂടെ പോയിട്ടില്ല. ഞങ്ങൾ ഈ ടെസ്റ്റ് പല തവണ ചെയ്ത് നോക്കി. എല്ലാ തവണയും 5x സൂം വരുമ്പോഴേക്കും ക്വാളിറ്റിയും ഡെഫിനീഷനും അത് വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട്. ഒരു 48 മെഗാ പിക്സൽ ക്യാമറയിൽ നിന്ന് നമുക്ക് ഇത്രയും ക്വാളിറ്റി ലഭിച്ചാൽ പോരാ. അതിൻ്റെ കാരണം റിയൽമി 5 പ്രോയിലും ഒരു 48 മെഗാ പിക്സൽ ക്യാമറ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടായിരുന്നു. ഞങ്ങളുടെ ക്യാമറ റിവ്യൂ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതിനുള്ള ലിങ്ക് അതേ മുകളിൽ വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ തിരിച്ചിവിടെ വന്ന് ഈ ഒരു വീഡിയോസും കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവും. ഇപ്പോൾ ചില ആളുകൾ പറയും അതിന് മച്ചാണ് റിയൽമി 5 പ്രോയിൽ വേറൊരു സെൻസറായിരുന്നു, വേറൊരു ISP ആയിരുന്നു, അതിൻ്റെ വ്യത്യാസം വരത്തില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ സാംസങ്ങിൻ്റെ സെൻസർ അത്ര മോശമല്ല, മീഡിയടെക്കിൻ്റെ ISP അത്ര തോൽവിയുമല്ല. എന്നിട്ടും ഇതുപോലൊരു ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്, അതൊരു 48 മെഗാ പിക്സൽ സെൻസറിൽ നിന്ന്. സോറി, ആ ഒരു എക്സ്ക്യൂസ് നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ ഒരു കാരണം ചിലപ്പോൾ ഈയിടെ റിലീസായ G സീരീസ് ചിപ്പ് ഉപയോഗിക്കുന്ന ഒരു ഫോൺ ആയതുകൊണ്ടാവാം. G സീരീസ് ചിപ്പുകൾക്ക് വേണ്ടി റിയൽമി UIയും റിയൽമി ക്യാമറ UIയും ഒന്നും കൂടെ ഒപ്റ്റിമൈസ്ഡ് ആവേണ്ടതുണ്ടായിരിക്കാം. എന്തൊക്കെയായാലും ഇപ്പോഴത്തെ പെർഫോമൻസ് അത്ര സാറ്റിസ്ഫാക്ടറി അല്ല. ഇനി വ്ലോഗിംഗ് ഷോട്ടുകൾ എങ്ങനെ ഉണ്ടായിരുന്നത് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്തോളൂ. ഓഡിയോ സഹിതം ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഇത് റിയൽമി നാർസോ 10ൻ്റെ സെൽഫി ക്യാം വെച്ചെടുക്കുന്ന ഒരു വ്ലോഗിംഗ് ഷോട്ടാണ്. നോർമൽ സൗണ്ടിൽ സംസാരിക്കുന്നു, നോർമൽ സ്പീഡിൽ നടക്കുന്നു. ഇപ്പോൾ അത്യാവശ്യം ലൈറ്റുള്ളൊരു സ്ഥലത്തോട്ട് ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ഷാഡോസിലോട്ട് പോകാം. ഇതൊരു റോഡ് സൈഡിലാണ്, അതുകൊണ്ട് തന്നെ ആംബിയൻ നോയ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുക എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ്. ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ മുഖത്തോട് അടിക്കുകയാണ്. ലൈറ്റ്സിലുണ്ടാകുന്ന വേരിയേഷൻ ഈ ക്യാമറ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. ഓവറോൾ സെൽഫീസിൻ്റെ കാര്യത്തിൽ ഞാൻ ഇംപ്രസ്ഡ് ആയിരുന്നു, കാരണം അത്യാവശ്യം നല്ല റിസൾട്ട് നൽകുന്നുണ്ട്. വ്ലോഗിങ്ങിൻ്റെ കാര്യത്തിലും ഏറെക്കുറെ അങ്ങനെ തന്നെ. സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിൽ ഞാനല്ല ജഡ്ജ്, നിങ്ങളാണ്. ഇതിൻ്റെ വ്ലോഗിംഗ് മോഡും അത്യാവശ്യം നല്ല മാന്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഷിഫ്റ്റുകളൊക്കെ ഉണ്ടായപ്പോഴും നന്നായിട്ട് അത് റെസ്പോണ്ട് ചെയ്തു. ഇനി നമുക്ക് മൂവിങ് ഷോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. സ്റ്റെബിലൈസേഷൻ അതാണ് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു നോർമൽ ഡേ മൂവിങ് ഷോട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു കൈ കൊണ്ട് ഒരു ഫോൺ പിടിച്ച് ഏതെങ്കിലും വഴി കൂടെ നടക്കുന്ന നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും റിസൾട്ട്. അത്യാവശ്യം നല്ല ജേർക്കും സ്റ്റെബിലിറ്റി ഇഷ്യൂസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടാൻ വേണ്ടി 1080 at 30 FPS-ലാണ് നമ്മൾ ഈ വീഡിയോസിലൊക്കെ ക്യാപ്ചർ ചെയ്തത്. ഇനി 2 കൈയും നമ്മൾ പിടിച്ച് എടുത്ത ഒരു വിഷ്വലാണിത്. ഇവിടെ അല്പം കൂടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഓവറോൾ EIS പെർഫോമൻസും ആവറേജ് ആണ്. ഇനി വൈഡ് ആംഗിൾ ഷോട്ട്സ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അതായത് വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചെടുത്ത വീഡിയോസ്. ഇത് നമ്മൾ ഒരു നോർമൽ ഫ്രെയിമിലെടുത്താണ്. അപ്പോൾ ഇവിടെ ഇത്രയും ഏരിയ എനിക്ക് കവർ ചെയ്യാൻ വേണ്ടി ഏകദേശം 11 സെക്കൻഡോളം എടുത്തു. ഇതേ പോയിൻ്റ് അവിടെ നിന്ന് മാറാതെ നമ്മൾ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ച് അവിടെ ഒന്ന് ക്യാപ്ചർ ചെയ്തു. വെറും 6 സെക്കൻഡ് കൊണ്ട് അത്രയും ഏരിയ എനിക്ക് കവർ ചെയ്യാൻ പറ്റി. പക്ഷേ ഇവിടെ ക്വാളിറ്റി വളരെ കുറവാണ് കേട്ടോ. എങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞു ഓർക്കുക, വൈഡ് ആംഗിൾ ക്യാമറയ്ക്ക് ക്വാളിറ്റിയല്ല യൂട്ടിലിറ്റിയാണ് പ്രധാനം. കൺക്ലൂഷനിലോട്ട് വരുമ്പോഴേക്കും എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. മീഡിയടെക്കിൻ്റെ G സീരീസ് ചിപ്പുകൾ ഉപയോഗിക്കുന്ന ഫോണുകൾ, അത് റെഡ്മി ആയിക്കോട്ടെ റിയൽമി ആയിക്കോട്ടെ, അവിടെ ഒപ്റ്റിമൈസേഷൻ്റെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. റെഡ്മിയുടെ അവസ്ഥ ഇതിനേക്കാളും പരിതാപകരമാണ്. റിയൽമി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റുകൾ വരാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, സൈനിങ് ഓഫ് നൗ.